നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഉച്ചവരെയുള്ള വാർത്തകൾ വിശദമായി നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ ഭാരതം മധ്യസ്ഥത വഹിക്കണമെന്ന ആവശ്യം. സംഘർഷം ലഘൂകരിക്കുന്നതിൽ ഭാരതത്തിന് നിർണായക പങ്ക് വഹിക്കാനാകുമെന്ന് ഇസ്രായേൽ അംബാസിഡർ. ഇസ്രായേലിലും ഇറാനിലും ഭാരതത്തിന് ഒരുപോലെ സ്വാധീനമുണ്ടെന്നും റൂബൻ അസർ. ഭാരതത്തിന്റെ ഭൂപടം തെറ്റായി രേഖപ്പെടുത്തിയതിൽ ഖേദം പ്രകടിപ്പിച്ച ഇസ്രായേൽ പ്രതിരോധ സേന. ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ രാസമലിനീകരണം നടന്നതായി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി. കേന്ദ്രത്തിന് പുറത്ത് ആണവ വികിരണങ്ങൾ ഉണ്ടായിട്ടില്ല. ആണവ മലിനീകരണ ഭീഷണി നടാൻസ് ആണവ കേന്ദ്രത്തിൽ. ഇറാന്റെ പ്രത്യാക്രമണ ശ്രമം ആകാശത്ത് തന്നെ തകർത്ത ഇസ്രായേൽ. അഹമ്മദാബാദിൽ വിമാനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ളവരുടെ പേര് വിവരങ്ങൾ പുറത്ത്. സിവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് 32 പേർ. ആകാശ ദുരന്തം അന്വേഷിക്കാനുള്ള ഉന്നതതല സമിതി രഞ്ജിതയുടെ സഹോദരൻ DNA സാമ്പിൾ നൽകി. സ്കൂൾ സമയമാറ്റത്തിൽ മുഖ്യമന്ത്രിക്ക് മുന്നറിയിപ്പുമായി സമസ്ത. തീരുമാനത്തിൽ പ്രതിഷേധിക്കാത്തത് അനുകൂല തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച്. ലീഗിനും കോൺഗ്രസിനും വിമർശനം. പ്രതിപക്ഷം നിലപാട് വ്യക്തമാക്കണമെന്നും സമസ്ത മുഖപത്രം. വീണ്ടും പെട്ടി വിവാദം. നിലമ്പൂരിൽ കോൺഗ്രസ് നേതാക്കൾ സഞ്ചരിച്ച വാഹനം പരിശോധിച്ച് പോലീസ്. പെട്ടി പുറത്തിറക്കി പരിശോധന. വാഹനത്തിലുണ്ടായിരുന്നത് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും. അപമാനിക്കാനെന്ന് കോൺഗ്രസ്. ഉദ്യോഗസ്ഥരോട് കയർത്ത് രാഹുൽ. ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നത് താന്തോന്നിത്തരമെന്ന് MP ഗോവിന്ദൻ. നിലമ്പൂരിൽ LDFും UDFും തീവ്രവാദികളുടെ വോട്ടിനു വേണ്ടി പരക്കം പായുകയാണെന്ന് BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി. അറബിക്കടലിൽ കത്തിയ കപ്പൽ നിയന്ത്രണത്തിലാക്കി നാവികസേന. ഉൾക്കടലിലേക്ക് കപ്പൽ വലിച്ചു കൊണ്ടുപോകുന്നു. കപ്പലും തീരവും തമ്മിലുള്ള ദൂരം വർദ്ധിക്കുന്നു. കപ്പൽ അപകടത്തിന് പിന്നാലെ എണ്ണ വ്യാപിക്കാൻ സാധ്യത. സംസ്ഥാനത്ത് പലയിടത്തും ശക്തമായ മഴ. 5 ജില്ലകളിൽ റെഡ് അലർട്ട്. 6 ജില്ലകൾക്ക് ഓറഞ്ച് മുന്നറിയിപ്പ്. തലസ്ഥാനത്ത് തീരദേശ പാതയിൽ മേൽക്കൂര തകർന്ന് റോഡിലേക്ക് വീണു. പടിയൂർ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി പ്രേംകുമാറിന് മൃതദേഹം ഏറ്റെടുക്കാനാകില്ലെന്ന് ബന്ധുക്കൾ. മൃതദേഹം ഉത്തരാഖണ്ഡ് പോലീസിനെ ഏൽപ്പിച്ച അന്വേഷണ സംഘം മടങ്ങും. പ്രേംകുമാറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉത്തരാഖണ്ഡിലെ കേദാർനാഥിൽ. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ഭാരതം മധ്യസ്ഥത വഹിക്കണമെന്ന് ഭാരതത്തിലെ ഇസ്രായേൽ അംബാസിഡർ റൂബൻ അസർ. സംഘർഷത്തിൽ ഭാരതത്തിന്റെ ആശങ്കകൾ ന്യായമാണ്. സംഘർഷം ലഘൂകരിക്കുന്നതിൽ ഭാരതത്തിന് നിർണായക പങ്ക് വഹിക്കാനാകും. ഇസ്രായേലിലും ഇറാനിലും ഭാരതത്തിന് ഒരുപോലെ സ്വാധീനമുണ്ടെന്നും റൂബൻ അസർ. അതേസമയം മിസൈൽ റേഞ്ച് മാപ്പിൽ ഭാരതത്തിന്റെ ഭൂപടം തെറ്റായി രേഖപ്പെടുത്തിയതിൽ ഖേദം പ്രകടിപ്പിച്ച ഇസ്രായേൽ പ്രതിരോധ സേന. ഐസൻ ജോസ് ചേർന്ന വിവരങ്ങളുമായി. ഐസൻ, ഭാരതത്തിന് മധ്യസ്ഥത വഹിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ എങ്ങനെ ഇടപെടണമെന്ന് ആവശ്യപ്പെടുന്നു അവർ? വീണ, ഭാരതത്തിനെ മധ്യസ്ഥം വഹിക്കാൻ കഴിയുമെന്ന ഒരു ആത്മവിശ്വാസമാണ് റൂബൻ അസർ പ്രകടിപ്പിക്കുന്നത്. എങ്കിൽ കൂടി അത് ഏത് രീതിയിൽ വേണമെന്നത് സംബന്ധിച്ചുള്ള വിശദീകരണമൊന്നും അദ്ദേഹം നൽകിയിട്ടില്ല. എങ്കിൽ കൂടി കൃത്യമായൊരു സൂചന അദ്ദേഹം നൽകുന്നത് ഇരു രാജ്യങ്ങളും, അതായത് ഇറാനുമായും ഇസ്രയേലുമായും ഭാരതത്തിന് മികച്ച സൗഹൃദമുണ്ട്. ഈ മികച്ച സൗഹൃദം പരസ്പരം വിഷയങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സാധ്യത തുറക്കാനുള്ളൊരു വഴിയായി പ്രയോജനപ്പെടുത്താമെന്നാണ് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞത്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ യുക്രൈൻ വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അദ്ദേഹം 2 രാജ്യങ്ങളിലും സന്ദർശിക്കുകയും സമാധാനത്തിൻ്റെ വക്താവാണ് താനെന്നും അതുകൊണ്ട് തന്നെ ഈ സമാധാനം പുലരുക എന്നുള്ളത് ഭാരതത്തിൻ്റെ ആശയമാണ്. ആശയത്തെ പ്രതിനിധീകരിച്ചു വരുന്ന രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ അക്കാര്യം തന്നെയാണ് പറയാനുള്ളത് എന്നും അന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. ഇന്നലെയും ബെഞ്ചമിൻ നെതന്യാഹു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചപ്പോഴും പ്രശ്നങ്ങൾക്ക് സമാധാനപരമായൊരു പരിഹാരമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്തത്. ഈ ഒരു സാഹചര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ നയതന്ത്ര പ്രതിനിധി, ഇസ്രായേലിൻ്റെ ഭാരതത്തിലെ നയതന്ത്ര പ്രതിനിധി ഇങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത്. ഏതെങ്കിലും രീതിയിൽ ഭാരതത്തിന് ഇടപെടാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായും ഈ ഇടപെടൽ സാധ്യമാകുന്നത് പല രീതിയിലാണ്. അതായത് നയതന്ത്ര തലത്തിൽ ഇറാനുമായി സംസാരിക്കുന്നതിന് ഒരു 3ാം കക്ഷിയായി മാറുക, ഇൻഡയറക്റ്റ് ചർച്ചകൾ നടത്തുക എന്നതാണ്. മാത്രമല്ല
ഇറാനെ ഇക്കാര്യത്തിൽ കുറേ കൂടി കാര്യക്ഷമമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും ഇറാനെ ഇത്തരത്തിലുള്ള സംഘർഷ സാഹചര്യം ഉണ്ടാക്കുന്നതിൽ നിന്നും ഇത്തരത്തിൽ ആണവായുധങ്ങൾ ശേഖരിക്കുന്ന ആ രീതിയിൽ നിന്നുമൊക്കെ പിന്തിരിപ്പിക്കാനുള്ളൊരു നീക്കങ്ങൾ നടത്താനും ഭാരതത്തിന് കഴിയുമെന്ന പ്രതീക്ഷ അന്താരാഷ്ട്ര നിരീക്ഷകരെല്ലാം തന്നെ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ കൂടി ഒരു സൂചനയാണ്, ഇതിൻ്റെ കൂടി ഒരു സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇപ്പോൾ നയതന്ത്ര പ്രതിനിധിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് നയതന്ത്ര തലത്തിലുള്ള ഇടപെടൽ ഭാരതത്തിന് മധ്യസ്ഥം വഹിക്കാനാകുമെന്ന് തന്നെയാണ്. തീർച്ചയായും അത്തരമൊരു നീക്കം ഭാരതം മുന്നോട്ട് വയ്ക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. കാരണം നേരത്തെ യുക്രൈൻ റഷ്യ വിഷയത്തിൽ ഭാരതം ഇത്തരത്തിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. രണ്ട് രാജ്യങ്ങളും അടുത്തടുത്ത ദിവസങ്ങളിൽ പ്രധാനമന്ത്രി സന്ദർശിക്കുകയും തങ്ങളുടെ സന്ദേശം അറിയിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല പല തലത്തിലുള്ള ഇടപെടലുകൾ, പലതരത്തിലുള്ള നയതന്ത്ര തലത്തിലുള്ള ഇടപെടലുകളും സൈനിക തലത്തിലുള്ള ചില സന്ദേശ കൈമാറലുകളും എല്ലാം തന്നെ കൃത്യമായി നടക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള നീക്കങ്ങൾ, അതായത് സൈനിക ഉദ്യോഗസ്ഥരുമായി ചില ആശയവിനിമയം നടത്തുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ റഷ്യ യുക്രൈൻ പ്രശ്നത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് ഭാരതത്തിൻ്റെ ഭാഗമായി. അത് നേരിട്ട് പ്രധാനമന്ത്രി ഇടപെടുന്ന സാഹചര്യത്തിൽ എത്തുമ്പോൾ കുറേ കൂടി കഴിഞ്ഞ ശേഷമായിരിക്കും അത്തരത്തിലുണ്ടാവുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സമാന രീതിയിലുള്ള ഇടപെടൽ ഇസ്രയേലും ഇറാനുമായുള്ള പ്രശ്നത്തിൽ വേണമെന്നൊരാവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ പ്രധാനമായും ഉൾക്കൊള്ളുന്നൊരു കാര്യം ഭീകരവിരുദ്ധ നിലപാട് ശക്തമായി മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാജ്യമാണ് ഭാരതം. ആ രാജ്യവുമായി ഇറാന് കൃത്യമായ ഒരു ബന്ധവും അല്ലെങ്കിൽ നയതന്ത്ര ബന്ധവും നിലനിൽക്കുന്നു. അത്തരത്തിൽ നയതന്ത്ര ബന്ധം നിലനിൽക്കുന്ന ഇറാനുമായ നയതന്ത്ര ബന്ധം നിലനിൽക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ ഈ നയതന്ത്ര ബന്ധത്തിൻ്റെ ശക്തമായ നയതന്ത്ര ബന്ധം നിലനിൽക്കുന്ന രാജ്യമായതുകൊണ്ട് തന്നെ നമുക്ക് അറിയാവുന്നതാണ്, ഇറാൻ പിന്തുണയ്ക്കുന്ന ഭീകര സംഘടനകളെ പിന്തുണയ്ക്കാതിരിക്കുക, അത്തരത്തിലൊരു ഭീകര സ്വഭാവത്തോടെ ഇടപെടാതിരിക്കുക എന്ന നിർദ്ദേശം കൃത്യമായി ഭാരതത്തിന് ഇറാന് നൽകാനാവും. അതുതന്നെയായിരിക്കാം ഒരു പക്ഷേ റുവാൻ അസറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഒരു നിർദ്ദേശം. അത് അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എങ്കിൽ കൂടി അത്തരമൊരു നീക്കം നടത്താനുള്ള നിർദ്ദേശമായിരിക്കും നൽകുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഈ മിസൈൽ റേഞ്ച് മാപ്പിൽ ഭാരതത്തിന്റെ ഭൂപടം തെറ്റായി രേഖപ്പെടുത്തിയ സംഭവം എന്താണ്? വീണ, മിസൈൽ റേഞ്ച് മാപ്പിൽ പലതരത്തിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. മിസൈൽ റേഞ്ചിൽ ഈ 300, 500 അത്തരത്തിൽ 2 റേഞ്ചുകൾ രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കുന്നുണ്ട്. ആ രേഖപ്പെടുത്തിയ റേഞ്ചുകൾക്കപ്പുറം വീണ്ടും ഒരു റേഞ്ച് സർക്കിളിലാണ് ഭാരതത്തിൻ്റെ ചില മേഖലകൾ ഉൾപ്പെടുന്നു എന്ന് ഇസ്രായേൽ അറിയിക്കുകയും ചെയ്തത്. ഭാരതത്തിൻ്റെ രാജസ്ഥാൻ, അതുപോലെ തന്നെ ഗുജറാത്തിൻ്റെ ചില മേഖലകൾ, തീരമേഖലകളിൽ അത്തരത്തിൽ മൂന്നാമത്തെ ഒരു റേഞ്ചിൽ ഉൾപ്പെടുന്നുണ്ട് ചില പ്രദേശങ്ങളെങ്കിലും എന്നൊരു കൃത്യമായൊരു നിരീക്ഷണം, കൃത്യമായൊരു ഇൻഫർമേഷനാണ് ഇസ്രായേൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത്. പക്ഷേ ആ മാപ്പിൽ സ്വാഭാവികമായും ആ മാപ്പിൽ ഭാരതത്തിൻ്റെ ഭാഗമായല്ല ജമ്മു കാശ്മീരിനെയും അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് തീർച്ചയായും അതൊരു മിലിറ്ററി മാപ്പാണ്. അത് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളുടെ ഭാഗമായി ചില ഭൗമ പ്രത്യേകതകളൊക്കെ അനുസരിച്ച് അതിൻ്റെ മിലിറ്ററി യൂസേജിനുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കുന്ന ഒരു മാപ്പാണ്. അതൊരു പൊളിറ്റിക്കൽ മാപ്പല്ല എന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു മാപ്പായതുകൊണ്ട് അതിൽ ഇത്തരത്തിലൊരു ആശയക്കുഴപ്പം കൃത്യമായി വരികയും ചെയ്തിരിക്കുന്നു. ആ ആശയക്കുഴപ്പം വന്ന് അതൊരു സംഘർഷമുണ്ടാക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ ഒരു വേദനയുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന തിരിച്ചറിവിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ ഇക്കാര്യത്തിലൊരു മാപ്പ് അപേക്ഷ നടത്തുകയും ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇത്തരമൊരു മാപ്പ് തയ്യാറാക്കിയതിൽ നിന്നും ലഭിക്കുന്ന മറ്റൊരു സൂചന ഇറാൻ ഭാരതത്തിനെ ലക്ഷ്യം വയ്ക്കാൻ സാധിക്കുന്ന ഒരു സംവിധാനമാണ് എന്ന ഒരു സൂചനയും ഇസ്രായേൽ ഭാരതത്തിനെ നൽകുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ ഐസൻ, മറ്റൊരു വിഷയം, ഈ ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ രാസമലിനീകരണം നടന്നതായി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി റിപ്പോർട്ട്. കേന്ദ്രത്തിന് പുറത്ത് ആണവ വികിരണങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഡയറക്ടർ റാഫേൽ ഗ്രോസി അറിയിച്ചു. നടാൻസ് ആണവ കേന്ദ്രത്തിലാണ് മലിനീകരണ ഭീഷണി ഉണ്ടായിരിക്കുന്നത്. ഐസൻ, ഇതിന്റെ വിവരങ്ങൾ എന്താണ്? തീർച്ചയായും ഈ മലിനീകരണ ഭീഷണി ഉണ്ടായ കാര്യം, അതായത് നമുക്കറിയാവുന്നതാണ്, ഈ ആണവ കേന്ദ്രങ്ങൾ കൃത്യമായി ലക്ഷ്യം വെച്ചുള്ള ശക്തമായൊരു ആക്രമണമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇസ്രായേൽ ഇത്തരത്തിൽ ശക്തമായൊരു ആക്രമണം നടത്തിയ ഒരു സാഹചര്യത്തിൽ ഈ ആണവ കേന്ദ്രങ്ങൾ, 2 പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ നടാൻസ് എന്ന് പറയുന്ന ആണവ കേന്ദ്രത്തെ പ്രാഥമികമായി തന്നെ ലക്ഷ്യം വയ്ക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ലക്ഷ്യം വെച്ച ഈ ആണവ കേന്ദ്രത്തിൽ ചില ശക്തമായ ആക്രമണത്തിൻ്റെ ഭാഗമായി ഏതെങ്കിലും രീതിയിലുള്ള രാസ കണ്ടാമിനേഷനാണ് ഉണ്ടായിരിക്കുന്നത്, ഒരു രാസമാലിന്യങ്ങൾ കലർന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലൊരു മലിനീകരണം ഉണ്ടായാൽ ഒരു പക്ഷേ പൂർണ്ണമായും അത് വലിയൊരു ആഘാതം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ അത്തരത്തിലൊരു നിരീക്ഷണം തള്ളിക്കളയാനാവില്ല. എങ്കിൽ കൂടി നിലവിലെ സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ആണവ വികിരണങ്ങൾ പുറപ്പെടാനോ അല്ലെങ്കിൽ ഒരു ആണവ ദുരന്തത്തിനുള്ള സാധ്യതയോ ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര ആറ്റോമിക് എനർജി ഏജൻസി ഡയറക്ടർ കൂടിയായ റാഫേൽ ഗ്രോസി അറിയിച്ചിരിക്കുന്നത്. അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള ആണവോർജ്ജ കേന്ദ്രങ്ങളിൽ, ആണവ കേന്ദ്രങ്ങളിലെല്ലാം നടത്തുന്ന ഇത്തരത്തിലുള്ള നീക്കങ്ങൾ സങ്കീർണമായ പ്രശ്നങ്ങളായി പരിണമിക്കാതിരിക്കാനുള്ള ഒരു നിരീക്ഷണം കൃത്യമായി ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും എന്നാൽ അത് പ്രവർത്തനക്ഷമമായി ഇരിക്കാതിരിക്കുക അല്ലെങ്കിൽ തുടർന്ന് അതിൻ്റെ ആണവ നവീകരണങ്ങൾ, അതായത് ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റുകളും യുറേനിയം എൻറിച്ച്മെൻറ്റുകളെല്ലാം നടത്തുക, ഒഴിവാക്കുക എന്ന കൃത്യമായ നീക്കത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ നടപടിയെന്ന് സ്ഥിരീകരിക്കാവുന്ന ഒരു റിപ്പോർട്ട് കൂടിയാണത്. നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിലൊരു രാസമലിനീകരണം ഉണ്ടായ ഒരു പശ്ചാത്തലത്തിൽ
അടിയന്തരമായി ആ ലാബറട്ടറി ആണവ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം നിർത്തിവെച്ചുകൊണ്ടുള്ള ഒരു തീരുമാനവും ഇറാൻ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തുടർന്നും ഒരു ആണവായുധം നിർമ്മിക്കുന്നതിനുള്ള സാഹചര്യം ഒഴിവായിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഓക്കെ, ശരിയായി സർ. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ പരിക്കേറ്റ 32 പേർ നിലവിൽ ചികിത്സയിലുണ്ടെന്ന് സിവിൽ ആശുപത്രി അധികൃതർ അറിയിച്ചു. മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള DNA പരിശോധന പുരോഗമിക്കുകയാണ്. 220-ലധികം സാമ്പിളുകൾ ഇതിനോടകം ശേഖരിച്ചു. അതേസമയം അപകട സ്ഥലത്ത് വിമാനത്തിന്റെയും കെട്ടിടത്തിന്റെയും അവശിഷ്ടങ്ങൾ നീക്കുന്ന നടപടി തുടരുന്നു. ജിഷ്ണു കൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജിഷ്ണു, അപകടത്തിൽ പരിക്കേറ്റ 32 പേർ ഇപ്പോൾ ആശുപത്രിയിൽ തുടരുന്നുണ്ട്. അവരുടെ അവസ്ഥ എന്താണ്? ഹൃദയഭേദകമായ മറ്റൊരു കാഴ്ചയുള്ളത് ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയുക അല്ലെങ്കിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇത് DNA പരിശോധന എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? വിവരങ്ങൾ എന്താണ്? വീണ, അല്പസമയങ്ങൾക്ക് മുൻപ് ഇവിടെ സിവിൽ ആശുപത്രിയിൽ ജൂനിയർ റെസിഡന്റ് ഡോക്ടർ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹമാണ് ഇത്തരത്തിൽ 32 പേർ ഈ വിമാനാപകടത്തിൽ പരിക്കേറ്റ് 32 പേർ നിലവിൽ സിവിൽ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് എന്ന് അറിയിച്ചിട്ടുള്ളത്. അതിൽ 3 പേർ തീവ്ര പരിചരണ വിഭാഗത്തിലാണ്. അവരുടെ നില അതീവ ഗുരുതരമാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. നേരത്തെ അപകടമുണ്ടായ സമയത്ത് 60ഓളം ആളുകൾ പരിക്കേറ്റ് ഇവിടെ സിവിൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. പിന്നീട് ഈ കാലിനുൾപ്പെടെ പരിക്കേറ്റവരെ പ്ലാസ്റ്റർ ചെയ്ത് വിടാൻ സാധിക്കുന്നവർ, അതായത് കിടത്തി ചികിത്സ ആവശ്യമില്ലാത്തവരെല്ലാം തന്നെ വിട്ടയച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 5 മണി വരെയുള്ള കണക്കുകൾ പ്രകാരമാണ് ആശുപത്രിയിൽ 32 പേർ ചികിത്സയിലുണ്ട്. അതിൽ 3 പേരുടെ നില അതീവ ഗുരുതരമാണ്. കൂടാതെ ICUവിൽ മറ്റ് ആളുകൾ ഈ പരിക്കേറ്റ് ചികിത്സയിലുണ്ട്. അവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കുന്നുണ്ട് എന്നുള്ളതാണ് ജൂനിയർ റെസിഡന്റ് ഡോക്ടർ അറിയിച്ചിട്ടുള്ളത്. ഞാൻ ഇപ്പോഴുള്ളത് ഈ സിവിൽ ആശുപത്രിയിലെ കസോട്ടി ഭവനിലാണ്. ഈ കസോട്ടി ഭവനിലാണ് പ്രത്യേക കൗണ്ടർ രൂപീകരിച്ചിട്ടുള്ളത്. അതായത് ഈ മരിച്ചവരുടെ ബന്ധുക്കളെത്തി ഇവിടെയാണ് സാമ്പിൾ, ഈ DNA പരിശോധനയ്ക്ക് വേണ്ടി സാമ്പിൾ നൽകുന്നത്. അതിന് പ്രത്യേകം ഈ സജ്ജീകരണം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. BJ മെഡിക്കൽ കോളേജിൻ്റെ കസോട്ടി ഭവനിലെ പ്രത്യേക കൗണ്ടറിലാണ് ഈ മരിച്ചവരുടെ ബന്ധുക്കളെത്തി DNA പരിശോധനയ്ക്ക് സാമ്പിൾ നൽകേണ്ടതുള്ളത്. അക്കാര്യവും നേരത്തെ ജൂനിയർ റെസിഡന്റ് ഡോക്ടർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അറിയിച്ചിരുന്നു. അതായത് 220ഓളം സാമ്പിളുകൾ ഇതിനോടകം ശേഖരിച്ചിട്ടുണ്ട്. സാമ്പിൾ ശേഖരിച്ചതിന് ശേഷം 48 മുതൽ 72 വരെ മണിക്കൂറാണ് ഈ പരിശോധനയുടെ ഫലം ലഭ്യമാകാൻ എടുക്കുക. അത്തരത്തിൽ പരിശോധനാ ഫലം ലഭിച്ച് പോസ്റ്റ്മോർട്ടവും ആശുപത്രിയിലെ നടപടികളും പൂർത്തിയാക്കി പോലീസിൻ്റെ അനുമതിയോടുകൂടി മാത്രമായിരിക്കും, പോലീസ് അനുമതി നൽകിയാൽ മാത്രമായിരിക്കും ഇത്തരത്തിൽ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക എന്നാണ് നിലവിൽ ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത്. DNA പരിശോധനയും ഒപ്പം മൃതദേഹം തിരിച്ചറിയുക എന്നുള്ളത് വീണ ചൂണ്ടിക്കാട്ടിയതുപോലെ ഏറെ ശ്രമകരമായ ദൗത്യമാണ്. കാരണം വിമാനത്തിനുള്ളിലുണ്ടായിരുന്ന യാത്രക്കാരുടെ മൃതദേഹങ്ങൾ എന്നുള്ളത് കത്തിക്കരിഞ്ഞ രീതിയിൽ, ഒരു തരത്തിലും തിരിച്ചറിയാനാകാത്ത രീതിയിൽ ശരീരഭാഗങ്ങൾ വേറിട്ട രീതിയിലാണ് മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് എത്ര മൃതദേഹങ്ങൾ എന്നൊരു കൃത്യമായ കണക്ക് പോലും ഇപ്പോൾ ആശുപത്രി അധികൃതർക്ക് പറയാൻ സാധിച്ചിട്ടില്ല. അനൗദ്യോഗികമായിട്ട് ലഭിക്കുന്ന വിവരപ്രകാരം 260 മുതൽ 290 വരെ പേരുടെ മൃതദേഹങ്ങൾ ആശുപത്രിയിലുണ്ട് എന്നുള്ളതാണ്. ഒപ്പം ഈ കെട്ടിടത്തിലുണ്ടായിരുന്ന BJ ആശുപത്രിയുടെ ഹോസ്റ്റൽ കെട്ടിടത്തിൻ്റെ സമീപത്ത് നിന്ന് ഉള്ള ആളുകളുടെ 21 പേരാണ് അവിടെ മരിച്ചത് എന്ന വിവരം ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതിൽ 9 പേർ മെഡിക്കൽ വിദ്യാർത്ഥികളാണ്. കൂടാതെ ആ കെട്ടിടത്തിൽ സഹായത്തിനായി ഉണ്ടായിരുന്ന ആളുകൾ, കൂടാതെ അവിടുത്തെ ക്യാൻറ്റീനിൽ ഭക്ഷണം പാകം ചെയ്യുന്ന ആളുകൾ, ഒരു റിക്ഷ ഓടിക്കുന്ന ആൾ, സമീപത്തെ കടയിലുണ്ടായിരുന്നവർ എന്നിങ്ങനെയാണ് ആ കെട്ടിടത്തിന് സമീപവും ആ കെട്ടിടത്തിലും ഉണ്ടായിരുന്ന ആളുകൾ മരിച്ചിട്ടുള്ളത്. 9 മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ചിട്ടുണ്ട്. കൂടാതെ വിമാനത്തിലുണ്ടായിരുന്ന 242 പേരിൽ 241 പേരും മരിച്ചിട്ടുണ്ട്. അതിൽ ബിശ്വാസ് കുമാർ എന്ന യാത്രികൻ മാത്രമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പരിക്കുകൾ സാരമുള്ളതല്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയുടെ സഹോദരൻ ഇന്ന് പുലർച്ചയോടുകൂടി അഹമ്മദാബാദിലെത്തിയിരുന്നു. 7 മണിയോടുകൂടിയാണ് അഹമ്മദാബാദ് വിമാനത്താവളത്തിലെത്തിയത്. അദ്ദേഹവും രാവിലെ തന്നെ എനിക്ക് പിന്നിൽ കാണുന്ന ഈ കൗണ്ടറിലെത്തി ഇവിടെ DNA പരിശോധനയ്ക്ക് സാമ്പിൾ നൽകിയിരുന്നു. അദ്ദേഹത്തോടും ആശുപത്രി അധികൃതർ ഈ ഫലം ലഭിക്കുന്നതിന് 48 മുതൽ 72 വരെ മണിക്കൂർ സമയമെടുക്കും എന്നുള്ളതും ഈ അഹമ്മദാബാദിൽ തന്നെ തുടരാനുമാണ് ആശുപത്രി അധികൃതർ നൽകിയിട്ടുള്ള നിർദ്ദേശം. അദ്ദേഹത്തിനൊപ്പം എയർ ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു. അവരാണ് മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നതിനുൾപ്പെടെയുള്ള സഹായങ്ങൾ ചെയ്യുന്നത്. മരിച്ചവരുടെ ബന്ധുക്കളെ എല്ലാം തന്നെ എയർ ഇന്ത്യ അധികൃതർ ബന്ധപ്പെടുകയും അവർക്ക് ആശുപത്രിയിലും മൃതദേഹം വിട്ടു നൽകുന്നതിനും
അത് നാടുകളിലേക്ക് എത്തിക്കുന്നതിനും വീട്ടിലേക്ക് എത്തിക്കുന്നതിനുമുള്ള സജ്ജീകരണങ്ങൾ, അതിൻ്റെ ക്രമീകരണങ്ങൾ എയർ ഇന്ത്യ അതിൻ്റെ ചുമതല വഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന തരത്തിൽ രഞ്ജിതയുടെ സഹോദരൻ്റേതുൾപ്പെടെ 220 പേരുടെ സാമ്പിളുകൾ DNA പരിശോധനയ്ക്ക് വേണ്ടി ഇപ്പോൾ ഇവിടെ ശേഖരിച്ചിട്ടുണ്ട്. അതിൻ്റെ പരിശോധന തുടരുകയാണ്. ഈ സാമ്പിളുകൾ ശേഖരിച്ച് 48 മുതൽ 72 വരെ മണിക്കൂറിനുള്ളിലാണ് പരിശോധനാ ഫലം ലഭിക്കുക. ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികളും മറ്റ് ക്രമീകരണങ്ങളും പൂർത്തിയാക്കി പോലീസിൻ്റെ അനുമതിയോടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. 32 പേർ ചികിത്സയിലുണ്ട്. അതേസമയം അപകട സ്ഥലത്ത് ഇപ്പോൾ ഈ ദേശീയ ദുരന്ത നിവാരണ സേന വിമാനത്തിൻ്റെയും കെട്ടിടത്തിൻ്റെയും അവശിഷ്ടങ്ങൾ നീക്കുകയാണ്. നമ്മൾ അല്പസമയങ്ങൾക്ക് മുമ്പ് വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങളുടെ ദൃശ്യങ്ങൾ ലൈവായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. അതിൻ്റെ പിറകുവശം മാത്രമാണ് അഗ്നിഗോളമായി കത്തി അമരാതെ ആ ബിൽഡിങ്ങിന് മുകളിൽ നിൽക്കുന്നത്. അത്തരത്തിലുള്ള അവശിഷ്ടങ്ങൾ മാറ്റുകയും ആ അവശിഷ്ടങ്ങൾക്കിടയിൽ ഏതെങ്കിലും ശരീരഭാഗങ്ങളുണ്ടോ എന്ന അവസാനഘട്ട പരിശോധന അവിടെ ദേശീയ ദുരന്ത നിവാരണ സേന നടത്തുന്നു. ഫോറൻസിക് വിഭാഗം കൂടാതെ NSG, ATS, ദേശീയ അന്വേഷണ ഏജൻസി തുടങ്ങിയ വിവിധ വിഭാഗങ്ങൾ വിവിധ തലത്തിലുള്ള പരിശോധനകൾ കഴിഞ്ഞ കുറച്ചധികം മണിക്കൂറായി ഈ അപകട സ്ഥലത്ത് നേരിട്ടെത്തി നടത്തിയിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സമിതി ഈ അപകടവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നു. കൂടാതെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണം നടത്തുന്നുണ്ട്. ശരി ജിഷ്. അഹമ്മദാബാദിലെ ദുരന്തഭൂമിയിൽ രക്ഷാപ്രവർത്തനത്തിലും സേവനത്തിലും സജ്ജമായിരുന്നു RSS പ്രവർത്തകർ. അപകടസ്ഥലത്ത് രക്ഷാദൗത്യ സംഘത്തിനൊപ്പവും സിവിൽ ആശുപത്രിയിലും സ്വയം സേവകർ സജീവമാണ്. ജിഷ്ണു കൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. അഹമ്മദാബാദിൽ രാജ്യത്തെ നടുക്കിയ ദുരന്തമുണ്ടായപ്പോൾ അതിൻ്റെ രക്ഷാപ്രവർത്തനത്തിൽ അപകട സ്ഥലത്തുമൊപ്പം ഇവിടെ സിവിൽ ആശുപത്രിയിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് സഹായങ്ങൾ നൽകുന്നതിന് ക്രമീകരണങ്ങളിൽ എല്ലാം സൈന്യത്തിനും കൂടാതെ ദേശീയ ദുരന്ത നിവാരണ സേനയ്ക്കും ഔദ്യോഗിക സംവിധാനങ്ങൾക്കുമൊപ്പം തന്നെ നമുക്ക് കാണാൻ സാധിച്ച മുഖമാണ് സ്വയം സേവകരുടേത്. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് ഈ അപകടവുമായി ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തനത്തിലും സേവാപ്രവർത്തനത്തിലും ഏകോപനം നടത്തിക്കൊണ്ട് അതിൻ്റെ പങ്കാളികളായിക്കൊണ്ട് നൂറുകണക്കിന് സ്വയം സേവകരെ നമുക്ക് അഹമ്മദാബാദിൽ കാണാൻ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് ആശ്വാസമേകുന്നതിന് അവർക്ക് സാധ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യുന്നതിന് ആശുപത്രിയിലെ ക്രമീകരണങ്ങൾ, പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് അത്തരത്തിൽ ഈ നാട് ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ ഒരു അപകട സമയത്ത് അതിനെ നേരിടുന്നതിനും അതിൻ്റെ രക്ഷാപ്രവർത്തനങ്ങൾക്കും സേവാപ്രവർത്തനങ്ങൾക്കും ഉള്ളത്. അതിൽ ഈ സൈന്യത്തിനൊപ്പം ദേശീയ ദുരന്ത നിവാരണ സേനയ്ക്കൊപ്പവും അഗ്നിശമന സേനയ്ക്കൊപ്പവും ഈ അപകട സ്ഥലത്തും സിവിൽ ആശുപത്രിയിലെ ക്രമീകരണങ്ങളിലും രക്ഷാപ്രവർത്തനങ്ങളിലും പ്രവർത്തനങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ള മുഖമാണ് ഈ സ്വയം സേവകരുടേത്. അത് ഈ സൈന്യത്തിനും അതിലെ ഉദ്യോഗസ്ഥർക്കും പൊതുജനങ്ങൾക്കും വെള്ളവും ഭക്ഷണങ്ങളും എത്തിക്കുന്ന കാര്യത്തിലാണെങ്കിലും ആശുപത്രിയിലേക്ക് എത്തുന്ന ബന്ധുക്കൾക്ക് കൃത്യമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് അവരെ എത്തിക്കുന്നതിന് അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ നൽകുന്നതിന് ഭക്ഷണം എത്തിക്കുന്നതിന് പരിക്കേറ്റവരെ വിവിധ സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നതിന് അതിനെല്ലാം തന്നെ ഇത്തരത്തിൽ സന്നദ്ധ പ്രവർത്തകരുടെ സേവാ പ്രവർത്തനങ്ങൾ പ്രകടമാണ്. ഔദ്യോഗിക സംവിധാനങ്ങൾക്കൊപ്പം ഈ നാട് ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ ഒരു അപകട സമയത്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിട്ടുള്ളത്. അഹമ്മദാബാദിൽ നിന്നും ഉണ്ണി കെ വാര്യർക്കൊപ്പം ജിഷ്ണു കൃഷ്ണൻ, ജനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനം നാളെ ആരംഭിക്കും. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ വിദേശ പര്യടനമാണിത്. സൈപ്രസ്, കാനഡ, ക്രൊയേഷ്യ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുക. നാളെ സൈപ്രസിലേക്കാണ് പ്രധാനമന്ത്രി ആദ്യം എത്തുക. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ തിങ്കളാഴ്ച മോദി കാനഡയിലെത്തും. ജൂൺ 18 ക്രൊയേഷ്യൻ സന്ദർശനത്തോടെ പ്രധാനമന്ത്രിയുടെ വിദേശ പര്യടനം അവസാനിക്കും. അംഗം മുറുകുന്നു. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ ഷാഫി പറമ്പിൽ MP-യും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യും സഞ്ചരിച്ച വാഹനം പരിശോധിച്ച് പോലീസ്. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് പരിശോധന നടന്നത്. വാഹനത്തിൽ നിന്ന് പെട്ടി പുറത്തിറക്കി പരിശോധിച്ചതോടെ ഉദ്യോഗസ്ഥരുടെ നേതാക്കൾ കയർത്തു. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പതിവ് പരിശോധന നടത്തുകയായിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ജനപ്രതിനിധികൾ ഉൾപ്പെടെ പരിശോധനയോട് സഹകരിക്കാറുണ്ടെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഇലക്ഷൻ വന്നത് മുതൽ 19 തീയതി വരെ പരിശോധനയുണ്ട്. എല്ലാ വാഹനങ്ങളും തടഞ്ഞു നിർത്തിയിട്ട് പരിശോധിക്കുന്നുണ്ട്. അല്ല അങ്ങനെ നോക്കുന്നില്ല. നമ്മൾ തടഞ്ഞു നിർത്തി കഴിയുമ്പോൾ അവർ പറയാറുണ്ട് ജനപ്രതിയാണ്, എന്നാലും അവർ സഹകരിക്കാറുണ്ട്. അല്ലാതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതേസമയം പരിശോധനയിലൂടെ ലക്ഷ്യമിട്ടത് തങ്ങളെ അപമാനിക്കാനുള്ള ശ്രമമാണെന്ന് ഷാഫി പറമ്പിലും രാഹുലും പറഞ്ഞു. ഞങ്ങൾ ഈ പരിശോധനയോട് പൂർണ്ണമായിട്ട് സഹകരിച്ച് വണ്ടി അവിടെ നിർത്തി ഇതെടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് ആ പെട്ടി പുറത്തുനിന്ന് കണ്ടിട്ട് ഇനി പൊക്കോട്ടെ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻറ്റൻഷൻ എന്താ? നിങ്ങൾ പറ, പെട്ടിക്കുള്ളിൽ എന്താണെന്നുള്ളത് അവർ പറയണ്ടേ?
അവർ നോക്കണ്ടേ? അത് നോക്കാണ്ട് പെട്ടി കണ്ടിട്ട് ഇനി പൊക്കോട്ടെ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻറ്റൻഷൻ എന്താ? പരിശോധനയോടുള്ള ആത്മാർത്ഥതയാണെങ്കിൽ പരിശോധിക്കണം. ഇനി അത്ര ഡ്യൂട്ടി ബൗണ്ട് ആയിട്ടുള്ളതാണെങ്കിൽ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ മറ്റെല്ലാവരുടെയും പരിശോധിക്കണമായിരുന്നു. അതിന് അവർക്ക് തന്നെ ഒരു എക്സാമ്പിളും കോട്ട് ചെയ്യാനില്ല. ഞങ്ങളുടെ തൊട്ട് മുന്നിൽ വാഹനങ്ങളുണ്ട്, ഞങ്ങളുടെ പിന്നിൽ വാഹനങ്ങളുണ്ട്. അപ്പോൾ ഒരു വാഹനം നിർത്തുന്നു, ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് അതിനോട് സഹകരിച്ചത്. ഞങ്ങൾ വണ്ടി നിർത്തുന്നു, MP-യുടെ മുഖത്തേക്ക് ടോർച്ച് അടിക്കുന്നു. ഓക്കെ, ആയിക്കോട്ടെ. എന്നിട്ട് ടോർച്ച് വെച്ചിട്ട് തന്നെ, ഒരു വാക്കുപോലുമില്ല, ടോർച്ച് വെച്ചിട്ട് തന്നെ വളരെ ഇൻസൾട്ടിംഗ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറയുന്നു. ഞങ്ങൾ എല്ലാവരും പറയും, ഞങ്ങളതൊരു തമാശയായിട്ടാണ് എടുത്തത്. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നു, MP-യോട് ഡിക്കി തുറക്കാൻ പറയുന്നു, ഡിക്കി തുറക്കുന്നു. പെട്ടിയെടുത്ത് വെളിയിൽ വെക്കാൻ പറയുന്നു, പെട്ടിയെടുത്ത് വെളിയിൽ വെക്കുന്നു. അത് കഴിയുമ്പോൾ തിരിച്ചെടുത്ത് വെക്കാൻ പറയുന്നത് അത് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് പരിശോധിക്കാൻ വേണ്ടിയിട്ടല്ല. മറച്ചുവെക്കാനുള്ളവർക്ക് ആശങ്കയും അമർഷവും ഉണ്ടാകുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നത് താന്തോന്നിത്തരമെന്നും MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. ഭീഷണിപ്പെടുത്തുന്നത് ആരെയും ഭീഷണിപ്പെടുത്താൻ പാടില്ലല്ലോ. പിന്നെ ഞങ്ങൾക്കെതിരെ മാത്രം പരാതി, LDF-ന് ഒരു പരാതി, UDF-ന് പരാതി, അങ്ങനെ പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? ആരെങ്കിലും ഭീഷണി, അതായത് ഉദ്യോഗസ്ഥന്മാർ അവരെ പണിയിൽ നടത്തുന്നത്, അവർ പണി നടത്തുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തുന്നത് എന്തിനാ? താൻ തോന്നിത്തും കളിക്കുകയാണ്. മറച്ചു വെക്കാനുള്ളവർക്ക് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അമർഷവും പ്രതിഷേധവും രൂപപ്പെട്ട് വരാം. ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് ഓർമ്മ പോകണം. അങ്ങനെയുള്ള അമർഷവും പ്രതിഷേധമൊക്കെ രൂപപ്പെട്ട് വരാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തുറന്ന പുസ്തകം പോലെയാണ്, ഏതും പരിശോധിച്ചോട്ടെ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാഹന പരിശോധനയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഹങ്കാരത്തിന്റെ ശബ്ദമെന്ന മന്ത്രി വി ശിവൻകുട്ടി. പരാജയം ഭയന്ന് UDF പുതിയ വിവാദങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും ശിവൻകുട്ടി പറഞ്ഞു. അവർ പോലീസിനോട് കയറുകയും മുഴുവൻ വാർത്തകളും പുറത്ത് വന്നിട്ടില്ല, കയറുകയും അഹങ്കാരത്തോടും ധിക്കാരത്തോടു കൂടിയും പോലീസിനോട് പെരുമാറുകയും ചെയ്യും. അത് ഒരു അഹങ്കാരത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും സ്വരമായിട്ട് മാത്രമേ കാണുന്നതിന് വേണ്ടി കഴിയുള്ളൂ. തനിക്കൊരു സ്ഥാനമുണ്ടെങ്കിൽ, MP-യോ MLA-യോ മന്ത്രിയോ തുടങ്ങിയ സ്ഥാനമുണ്ടെങ്കിൽ എന്തുമാകാം എന്നുള്ള നിലയിലാണ് അവരുടെ പെരുമാറ്റം ഉണ്ടായത്. പരാജയം ഉണ്ടാകുമെന്ന് അവർക്ക് മനസ്സിലായതോടുകൂടി പുതിയ എന്തെങ്കിലും പ്രശ്നങ്ങളിലേക്ക് തിരിച്ചുവിടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പരിശോധനകളുമായി ജനം സഹകരിക്കണമെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ വാഹന പരിശോധന നടത്തുന്നതുമായി ബന്ധപ്പെട്ട മാധ്യമ റിപ്പോർട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടതായും സ്വതന്ത്രവും നീതിയുക്തവും സുതാര്യവുമായ തെരഞ്ഞെടുപ്പ് നടപടികൾ ഉറപ്പാക്കുന്നതിനുള്ള പരിശോധനകളുമായി ജനങ്ങൾ സഹകരിക്കണമെന്നും ജില്ലാ ഇലക്ഷൻ ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ VR വിനോദ് വ്യക്തമാക്കി. നിലമ്പൂരിൽ LDF-ഉം UDF-ഉം തീവ്രവാദികളുടെ വോട്ടിനു വേണ്ടി പരക്കം പായുകയാണെന്ന് BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി. PDP പീഡിതരുടെ പാർട്ടിയാണെന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. പിണറായിയുടെ കാലമായതുകൊണ്ട് ഗോവിന്ദൻ രക്ഷപ്പെട്ടു. അച്യുതാനന്ദന്റെ കാലമായിരുന്നുവെങ്കിൽ CPM-നകത്ത് അദ്ദേഹം ഉണ്ടാകില്ലായിരുന്നു. 4 വോട്ടിനു വേണ്ടിയാണ് മദനിയെ ന്യായീകരിക്കുന്നതെന്നും AP അബ്ദുള്ളക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. ഏറ്റവും അവസാനം ഇവിടെ രണ്ട് മുന്നണിയും LDF-ഉം UDF-ഉം തീവ്രവാദികളുടെ വോട്ടിന് വേണ്ടി പരക്കം പായാണ്. LDF PDP-യെ കൂട്ടുപിടിച്ചിരിക്കുന്നു, UDF ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടുപിടിച്ചിരിക്കുന്നു. സഖാവ് ഗോവിന്ദൻ മാഷ് പറയുന്നത് PDP പീഡിതരുടെ പാർട്ടിയാണ്. ഇത് പിണറായിസത്തിൻ്റെ കാലമായതുകൊണ്ട് ഗോവിന്ദൻ മാഷ് രക്ഷപ്പെട്ടു. ഇത് അച്യുതാനന്ദൻ്റെ കാലമായിരുന്നെങ്കിൽ ഗോവിന്ദൻ മാഷ് പാർട്ടിയിലുണ്ടാവില്ല. തൃശൂർ ഇരിങ്ങാലക്കുട പടിയൂർ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി പ്രേംകുമാറിന്റെ മൃതദേഹം ഏറ്റെടുക്കാൻ താൽപ്പര്യമില്ലെന്ന് ബന്ധുക്കൾ. മൃതദേഹം ഉത്തരാഖണ്ഡ് പോലീസിനെ ഏൽപ്പിച്ച അന്വേഷണ സംഘം മടങ്ങും. ഉത്തരാഖണ്ഡിലെ കേദാർനാഥിലാണ് പ്രേംകുമാറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ വാർത്തയിലേക്ക് തിരിച്ചു വരാം. അതിനു മുൻപ് കോഴിക്കോട് മാറാട് തകർക്കപ്പെട്ട ഭജനമഠം ശശീല ടീച്ചർ സന്ദർശിക്കുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്.
അനഘ ചേരുന്നു വിവരങ്ങളുമായി. അനഘ, വിവരങ്ങൾ എന്താണ്? ചേരുകയാണ് ടീച്ചർ. ഇത് സംഭവമാണ്. ഏറെ വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവം കൂടിയായിരുന്നു ടീച്ചർ. ഇന്ന് ഈ ദിവസം ഏറെ വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവം കൂടിയായിരുന്നു. ഇപ്പോൾ ടീച്ചർ ഇന്ന് ഈ ദിവസം ഇവിടെ സന്ദർശിക്കാൻ വന്നിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? ഇവിടെ നമുക്ക് ഒരു ഭക്തജനങ്ങൾ വളരെ ദിവ്യമായി കരുതുന്ന ഒരു സ്ഥലം, അതും മാറാട് പോലെ ഒരു പ്രദേശം. കാരണം നമുക്കറിയാം ഇവിടെ വലിയൊരു മുറിവ്, അത് പുറമേക്ക് മാത്രമേ ഉണങ്ങിയിട്ടുള്ളൂ, ഉള്ളുണങ്ങാതെ വലിയൊരു മുറിവ് നിലനിൽക്കുന്നൊരു സ്ഥലമാണ് മാറാട്. അവിടെ കടന്നു വന്ന് ഇതുപോലൊരു ആരാധനാലയത്തിൽ, ഭക്തജനങ്ങൾ ഏറെ ദിവ്യമായി കരുതുന്ന ഒരു ആരാധനാലയത്തിൽ ഇത്രയും പേക്കൂത്തുകൾ കാട്ടിത്തിരിച്ചുപോയി. ശരിക്കും പറഞ്ഞാൽ ഇത് മറ്റൊരു സ്ഥലത്തായിരുന്നുവെങ്കിൽ ഏറെ വാർത്താ ചാനലുകളിലൊക്കെ നിറയേണ്ടുന്നൊരു സംഭവമാണ്. പക്ഷെ നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്നത് അപൂർവം ചില ജനൻ TV അടക്കം 1-2 മാധ്യമങ്ങളാണ് ഇതൊരു ഗൗരവമുള്ള വാർത്തയായിട്ട് കൊടുത്തത്. അപ്പോൾ അത് കാണിക്കുന്നത് എന്തൊക്കെയോ ആർക്കൊക്കെയോ ഒളിപ്പിക്കാനുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഈ വ്യക്തിക്ക് മനോരോഗമാണ്. ഇവിടെ വന്ന് തുളസിത്തറ തട്ടിയിടുകയും ക്ഷേത്രത്തിലെ വിളക്കുകളൊക്കെ, ഭജനമഠത്തിലെ വിളക്കുകൾ നശിപ്പിക്കുകയും മാത്രമല്ല ഇവിടുത്തെ ഗുരുസ്വാമിയെ ആക്രമിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് മനോരോഗമാണ് എന്നുള്ളത്. ഞങ്ങൾക്ക് തോന്നുന്നത് മനോരോഗമാണെങ്കിൽ അത് മതം ഉണ്ടാക്കിയ മനോരോഗമാണ്. മതം തലയ്ക്ക് കയറിയതിൻ്റെ പുറത്ത് ഉണ്ടായ ഒരു മനോരോഗമാണിത്. ഇതുപോലൊരു സ്ഥലത്ത്, കാരണം മുറിവുണങ്ങാൻ ഏറെ ത്യാഗം ചെയ്തൊരു സമൂഹമാണ് ഇവിടുത്തെ ഹൈന്ദവ സമൂഹം. മാറാട് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി 8 ജീവനുകൾ നഷ്ടപ്പെട്ടപ്പോഴും 15 ജീവച്ഛവങ്ങളെ അല്ലെങ്കിൽ 15ലധികം ജീവച്ഛവങ്ങളെ ഏറ്റുവാങ്ങിയപ്പോഴും ഏറെ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്ത് ഈ നാട് ശാന്തമായി കൊണ്ടുപോകുന്നതിൽ ഒരുപാട് ത്യാഗം ചെയ്തൊരു സമൂഹമാണ് ഹൈന്ദവ സമൂഹം. അതുകൊണ്ട് അവരെ മുറിവേൽപ്പിക്കാൻ നടന്നൊരു ശ്രമം അത് ഗൗരവമായി തന്നെ എടുക്കണം. ഇതിൻ്റെ പിന്നിൽ മറ്റെന്തൊക്കെയോ ഉണ്ടോ? വീണ്ടും മാറാടിനെ ഒരു കലാപഭൂമിയാക്കി മാറ്റണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ആരെങ്കിലും പറഞ്ഞു വിട്ടതാണ്. അപ്പോൾ ഈ വ്യക്തിയിൽ ഒതുങ്ങരുത് ഈ കേസ് അന്വേഷണം. ഇത് ഈ മനോരോഗമാണെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണ്, അല്ലെങ്കിൽ ആരാണ് ഇത്തരത്തിൽ ഇത് വേണ്ടുന്ന പ്രചോദനം കൊടുത്തുകൊണ്ട് ഇതിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത്? ഇത് അന്വേഷിക്കാഞ്ഞാൽ പലപ്പോഴും നമുക്ക് മുന്നോട്ടുള്ള പോക്ക് കുറച്ച് ബുദ്ധിമുട്ടാകുമെന്ന് തോന്നുന്നു. ഇത് ഗൗരവമായി എടുക്കേണ്ട ഒരു വിഷയം. ഒളിപ്പിച്ചു വെച്ചാൽ ഒളിച്ചിരിക്കുന്നതല്ല ഇത്. പല മാധ്യമങ്ങളൊക്കെ ഒളിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ പിന്നിൽ മറ്റെന്തോ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒളിപ്പിച്ചു വെക്കേണ്ട ഒരു വിഷയമല്ല. ഭക്തജനങ്ങൾ ഏറെ മുറിവേറ്റിരിക്കുന്നു. അവർക്ക് ആ മുറിവ് എങ്ങനെ, മനസ്സിലെ വേദന എങ്ങനെയാണ് മാറ്റേണ്ടതെന്നറിയില്ല. അപ്പോൾ ഒരു നാളെ 1-ാം തീയതി നാളെ ഇവിടെ ഒരു കൂട്ടപ്രാർത്ഥനയോടുകൂടി തുടങ്ങണം എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിലേറ്റ ആ മുറിവിൻ്റെ ആഴമാണ് ഒരു കൂട്ടപ്രാർത്ഥന ഇവിടെ നടത്തണം എന്നൊക്കെ പറയുന്നത്. അപ്പോഴും മാറാട്ട ഹൈന്ദവ സമൂഹം പ്രാർത്ഥനയിലാണ് കാണുന്നത്. നാളെ ഒരു കൂട്ടപ്രാർത്ഥനയോടുകൂടി ഗണപതി ഹോമം നടത്തി കൂട്ടപ്രാർത്ഥനയോടുകൂടി ഇവിടെ ചടങ്ങുകൾ വീണ്ടും പുനരാരംഭിക്കണം എന്ന് പറയുമ്പോൾ സഹിച്ചും ക്ഷമിച്ചും പോകാൻ തന്നെയാണ് ഈ സമാജം ഇപ്പോഴും തീരുമാനിച്ചിരിക്കുന്നത്. അത് ഗൗരവത്തിലെടുക്കണം അധികൃതർ എന്നാണ് ഞങ്ങൾക്ക് പറയാൻ. അതുതന്നെയാണ് വീണ. അതായത് കൃത്യമായി തന്നെ ഈ പ്രതിക്ക് പിന്നിൽ ആരാണ് ഇതിൽ ഗൂഢാലോചന നടത്തിയിരിക്കുന്നത്, അങ്ങനെ കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാകണം എന്ന് തന്നെയാണ് ശശികല ടീച്ചർ അടക്കമുള്ളവർ പറയുന്നത്. പക്ഷെ അപ്പോഴും എടുത്തു പറയുന്നത് ഇപ്പോൾ നാളെ ഇവിടെ ഒരു കൂട്ടപ്രാർത്ഥന നടക്കുന്നുണ്ട്. അങ്ങനെ സഹനത്തിന്റെ മാർഗത്തിലൂടെ തന്നെയാണ് ഈ ഹൈന്ദവ സമൂഹം മുന്നോട്ട് പോകുന്നത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ശശികല ടീച്ചർ. ഓക്കെ, ശരി അനഘ. കോഴിക്കോട് മാറാട് തകർക്കപ്പെട്ട ഭജനമഠമാണ് ശശികല ടീച്ചർ സന്ദർശിച്ചത്. പടിയൂർ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട വാർത്തയിലായിരുന്നു. തൃശൂർ ഇരിങ്ങാലക്കുട പടിയൂർ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി പ്രേംകുമാറിന്റെ മൃതദേഹം ഏറ്റെടുക്കാൻ താല്പര്യമില്ല എന്ന് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നു. മൃതദേഹം ഉത്തരാഖണ്ഡ് പോലീസിനെ ഏൽപ്പിച്ച് അന്വേഷണ സംഘം മടങ്ങും. സാനു കെ സജീവ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സാനു, വിവരങ്ങൾ എന്താണ്? തൃശൂർ ഇരിങ്ങാലക്കുട പടിയൂർ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി പ്രേംകുമാറിനെയാണ് കഴിഞ്ഞ ദിവസം കേദാർനാഥിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ മൃതദേഹം ഏറ്റെടുക്കാൻ താല്പര്യമില്ല എന്നാണ് ബന്ധുക്കൾ പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൃതദേഹം ഉത്തരാഖണ്ഡ് പോലീസിനെ ഏൽപ്പിച്ച ശേഷം അന്വേഷണ സംഘം, ഇപ്പോൾ അവിടെയുള്ള അന്വേഷണ സംഘം മടങ്ങും എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. ഉത്തരാഖണ്ഡിലെ കേദാർനാഥിലാണ് പ്രേംകുമാറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കണ്ണൂർ ബിഷപ്പ് ഹൗസിൽ സഹായധനം ചോദിച്ചെത്തിയ വ്യക്തി അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ജോർജ് പൈനാടത്തിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. പ്രതി കാസർഗോഡ് ഭീമനടിയിലെ മുഹമ്മദ് മുസ്തഫയെ സിറ്റി ഇൻസ്പെക്ടർ പി സനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു. ഇയാൾക്കെതിരെ വധശ്രമ കേസ് ചുമത്തി.
മുഖ്യമന്ത്രിയുടെ മുഖം മിനുക്കൽ ടീമിനായി വീണ്ടും പണം ചെലവഴിക്കാൻ സർക്കാർ. 12-അംഗ സോഷ്യൽ മീഡിയ ടീമിന്റെ ശമ്പളം വർദ്ധിപ്പിച്ച് സർക്കാർ ഉത്തരവ്. ശമ്പള വർധനയ്ക്ക് 2 മാസത്തെ മുൻകാല പ്രാബല്യവും ഏർപ്പെടുത്തി. ജനം ബ്രേക്കിംഗ്. മുഖ്യമന്ത്രിയുടെ നവമാധ്യമ ഇടപെടലുകളും പ്രചാരണവും കൊഴുപ്പിക്കാൻ 2022 മെയ് 16 പ്രത്യേക സോഷ്യൽ മീഡിയ ടീമിനെ രൂപീകരിക്കുന്നത്. PRDയും CDTയും അടക്കമുള്ള ഔദ്യോഗിക സംവിധാനങ്ങൾ ഉള്ളപ്പോഴാണ് കരാർ വ്യവസ്ഥയിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചത്. ടീമിന് ശമ്പളം നൽകാൻ 2025 ഏപ്രിൽ മാസം വരെ സർക്കാർ ചെലവഴിച്ചത് 2,30,62,460 രൂപ. ടീമിന്റെ പ്രവർത്തനങ്ങൾക്ക് ഉപകരണങ്ങൾ വാങ്ങിയ വകയിൽ 3 വർഷത്തിനിടെ 23 ലക്ഷം രൂപയും സർക്കാർ ചെലവഴിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ശമ്പള വർധനവ്. പന്ത്രണ്ടംഗ സോഷ്യൽ മീഡിയ ടീമിന്റെ ശമ്പള വർധനവിന് 2 മാസത്തെ മുൻകാല പ്രാബല്യവും നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രത്യേക താൽപര്യപ്രകാരമാണ് സോഷ്യൽ മീഡിയ ടീമിന്റെ ശമ്പളം കൂട്ടിയത്. 78,780 രൂപയാണ് സോഷ്യൽ മീഡിയ ടീം ലീഡറായ മുഹമ്മദ് യഹയുടെ പുതിയ ശമ്പളം. 12 പേരിലെ ആദ്യ 9 പേർക്കും 55,000-ലും കൂടുതലാണ് പ്രതിമാസ ശമ്പളം. ബാക്കിയുള്ള 3 പേരിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റിനാണ് ഏറ്റവും കുറവ് സാലറി, 23,405 രൂപ. വാർഷികാടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിന് ശമ്പളം നൽകാൻ സർക്കാർ ചെലവഴിക്കേണ്ടത് 93,56,460 രൂപ. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം മുഖ്യമന്ത്രിയുടെ മുഖമുള്ള ഹോർഡിങ്ങുകളും മറ്റും സ്ഥാപിക്കാൻ 6.5 കോടി രൂപ ചെലവഴിച്ചതും നവമാധ്യമ പരസ്യങ്ങൾക്കും മറ്റുമായി കോടികൾ ചെലവഴിക്കുന്നതിന്റെ കണക്കുകളും ജനം TV വെളിച്ചത്ത് കൊണ്ടുവന്നിരുന്നു. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം. സ്കൂൾ സമയമാറ്റത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് മുന്നറിയിപ്പുമായി ഇസ്ലാമിക സംഘടന. തീരുമാനത്തിൽ പ്രതിഷേധിക്കാത്തത് സർക്കാരിൽ നിന്ന് അനുകൂല തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെന്ന് സമസ്ത മുന്നറിയിപ്പ് നൽകി. സുപ്രഭാതത്തിലെ മുഖപ്രസംഗത്തിലാണ് വിമർശനം. ഒരു വിഭാഗം ആയുധം എടുക്കും മുൻപേ യുദ്ധം ഇല്ലാതെയാക്കുന്ന പോരാളിയാണ് ബുദ്ധിശാലിയായ ഭരണാധികാരിയെന്നാണ് പരാമർശം. പ്രതിപക്ഷ പാർട്ടികളുടെ മൗനം എന്താണെന്നും സമസ്ത വിമർശിച്ചു. ന്യൂനപക്ഷ അവകാശ സംരക്ഷണത്തിൽ പ്രതിപക്ഷത്തിന് അവസരവാദമെന്നും പരാമർശമുണ്ട്. പ്രജിത് മോഹനൻ വിവരങ്ങളുമായി ചേരുന്നു. പ്രജിത്ത്, എന്താണ് മുഖപ്രസംഗത്തിൽ പറയുന്നത്? വലിച്ചില്ലെങ്കിൽ രൂക്ഷമായ പ്രതിഷേധത്തിലേക്ക് കടക്കാനുള്ള സാധ്യത തന്നെയാണ് സമസ്ത ഇപ്പോൾ ഈ മുഖപത്രത്തിലൂടെ, സമസ്തയുടെ മുഖപത്രമായിട്ടുള്ള സുപ്രഭാതത്തിലെ മുഖപ്രസംഗത്തിലൂടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഇതെന്നുള്ളത്, അതായത് മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു പരാമർശം തന്നെയാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് നിലവിലത്തെ സാഹചര്യത്തിൽ അധ്യാപക സംഘടനകളും രക്ഷിതാക്കളും ഒന്നും പ്രതിഷേധത്തിന് പോകാത്തത് ഒരു പ്രതീക്ഷയുള്ളത് കൊണ്ടാണ്. മുഖ്യമന്ത്രിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും ഒക്കെ വാക്കുകളിൽ പ്രതീക്ഷയുള്ളത് കൊണ്ടാണ്. പക്ഷേ അത് സാധ്യമാകാതെ വന്നാൽ ഒരു പ്രതിഷേധത്തിലേക്കൊക്കെ മുസ്ലിം സമൂഹം നീങ്ങും എന്ന രീതിയിലുള്ളൊരു മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ ഈ സമസ്ത ഈ മുഖപ്രസംഗത്തിലൂടെ നൽകിയിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. അതിലേറ്റവും ശ്രദ്ധേയമായ ഒരു വാചകം എന്ന് പറയുന്നത്, ഒരു വിഭാഗം ആയുധമെടുക്കും മുമ്പേ യുദ്ധമില്ലാതെയാക്കുന്ന പോരാളിയാണ് ബുദ്ധിശാലിയായ ഭരണാധികാരി എന്നാണ് മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ സമസ്ത പറയുന്നത്. തിരിച്ചു വരാം. ഇപ്പോൾ അഹമ്മദാബാദിൽ വിമാനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന സിവിൽ ആശുപത്രി അധികൃതരുടെ പ്രതികരണമാണ്. पहले मैं एक बात बता देती हूँ कि बच्चों के हॉस्टल अकोमोडेशन के बारे में मैं बताऊँगी अभी, और किसी चीज़ के बारे में नहीं. हिंदी में आपको चाहिए तो मैं फिर से बता देती हूँ कि एयरक्राफ्ट एक्सीडेंट इन्वेस्टिगेशन ब्यूरो, ऐसा सिविल एविएशन मिनिस्ट्री का डिपार्टमेंट है, उन लोगों को इन्वेस्टिगेशन करने का है. उसके लिए हमारी अतुल्य में 1, 2, 3, 4 चारों हॉस्टल खाली करवाए हैं या करवाए जा रहे हैं. तो वहाँ जो रहते थे वो पोस्ट ग्रेजुएट बच्चों की हमने वैकल्पिक व्यवस्था कर दी है, और वो इस तरह से है कि अतुल्यम 1 में 33 डॉक्टर्स प्लस 5 UN मेहता के, तो उनको हमने 33 को पोस्ट ग्रेजुएट डॉक्टर्स का जो हॉस्टल है विंग A, D और B उसमें कर दिया है. UN मेहता के 1 डॉक्टर को मिथिला में दिया है और 4 डॉक्टर्स को UN मेहता की अपनी हॉस्टल में दिया है. फिर अतुल्यम 2 और 3 GCRI के 100 डॉक्टर्स वहाँ रह रहे थे, उनमें से 52 को GCRI के
पुरानी जो बिल्डिंग है वो यूज़ नहीं हो रही है उसमें दिया है, और बाकी के जो 48 है उनके लिए 50 रूम्स हमने लायंस दिग्विजय जो लग के ही अकोमोडेशन है वहाँ पर हमने साल के लिए, और रही अतुल्यम 4 उसके 21 स्टूडेंट्स थे, उनमें से 9 स्टूडेंट्स को डेंटल के स्टाफ क्वार्टर्स में दिया है और 12 स्टूडेंट्स को मिथिला के क्वार्टर्स में दिया है। ठीक है, सो सारे स्टूडेंट्स की व्यवस्था हो रही है। थैंक यू वेरी मच। So I will send a responsible person with permission from higher authority for briefing regarding DNA. ठीक है? Thank you ma'am. Thank you so much. പരിക്കേറ്റവർ കഴിയുന്ന സിവിൽ ആശുപത്രിയുടെ അധികൃതരാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട് വിവരങ്ങൾ നൽകിയത്. നേരത്തെ പരാമർശിച്ച ഒരു വാർത്തയിലേക്ക് വീണ്ടും പോവുകയാണ്. ഇരിങ്ങാലക്കുട പടിയൂർ ഇരട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് പ്രതി പ്രേംകുമാറിന്റെ മൃതദേഹം ഏറ്റെടുക്കാൻ താൽപ്പര്യമില്ല എന്ന് ബന്ധുക്കൾ അറിയിച്ചതിനെ തുടർന്ന് മൃതദേഹം ഉത്തരാഖണ്ഡ് പോലീസിനെ ഏൽപ്പിച്ച് അന്വേഷണ സംഘം മടങ്ങും എന്ന വിവരമാണ് ഒടുവിൽ ലഭിക്കുന്നത്. സാനു കെ സജീവിലേക്ക് പോകാം വിവരങ്ങൾക്കായി. സാനു, വിവരങ്ങൾ എന്താണ്? വീണ, പടിയൂരിലെ ഇരട്ട കൊലപാതകം നടത്തിയ പ്രതി പ്രേംകുമാർ ഉത്തരാഖണ്ഡിൽ മരണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആത്മഹത്യ ചെയ്യുമായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഈ പ്രേംകുമാറിനായിട്ട് രാജ്യവ്യാപകമായിട്ട് തൃശ്ശൂരിന്റെയും അതേപോലെ തന്നെ സംസ്ഥാന പോലീസിന്റെ നേതൃത്വത്തിൽ വലിയ വലവിരിച്ചതിന് ശേഷമാണ് ഈ പ്രേംകുമാർ ഉത്തരാഖണ്ഡിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഉത്തരാഖണ്ഡ് പോലീസ് പ്രേംകുമാറിന്റെ മകൾക്ക് ഇത്തരത്തിലൊരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു സന്ദേശം കൈമാറുന്നത്. പ്രേംകുമാർ ഉത്തരാഖണ്ഡിൽ ഒരു ആശ്രമത്തിന് സമീപം മരണപ്പെട്ട നിലയിൽ കാണപ്പെട്ടു. തുടർന്ന് ഉത്തരാഖണ്ഡിലെ സർക്കാർ ആശുപത്രിയിൽ അദ്ദേഹത്തിന് മൃതദേഹം എത്തിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് ബന്ധുക്കൾക്ക് കൈമാറിയത്. തുടർന്ന് ഡൽഹിയിലുണ്ടായിരുന്ന കേരള പോലീസ് സംഘം ഉത്തരാഖണ്ഡിലെത്തുകയും തുടർന്ന് ഈ മരണപ്പെട്ടത് പ്രേംകുമാർ ആണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർന്ന് ഈ ബന്ധുക്കളെ, അതായത് കോട്ടയം ജില്ലയിലെ ചിങ്ങവനത്തുള്ള പ്രേംകുമാറിന്റെ ബന്ധുക്കളെ വിവരം അറിയിക്കുകയും മൃതദേഹം ഏറ്റെടുക്കുമോ എന്നുള്ള തരത്തിൽ കാര്യങ്ങൾ ആരായുകയും ചെയ്തപ്പോൾ തങ്ങൾക്ക് മൃതദേഹം ഏറ്റെടുക്കാൻ താല്പര്യമില്ല എന്നൊരു മറുപടിയാണ് ഈ അന്വേഷണ സംഘത്തിന്, ഈ ഉത്തരാഖണ്ഡിലെത്തിയ പോലീസ് സംഘത്തിന് ബന്ധുക്കൾ കൈമാറിയത്. അതേ തുടർന്ന് ഈ അന്വേഷണ സംഘം DNA ടെസ്റ്റിനുള്ള സാമ്പിളുകൾ ശേഖരിച്ച് നാട്ടിലേക്ക് തിരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. മൃതദേഹം ഉത്തരാഖണ്ഡിൽ തന്നെ സംസ്കരിക്കുന്നതിനുള്ള നടപടികൾ അല്ലെങ്കിൽ ഉത്തരാഖണ്ഡ് പോലീസിന് ഈ മൃതദേഹം വിട്ടു നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ്. വീണ, ഓക്കെ, ശരി സാനു. അഴീക്കൽ കപ്പൽ അപകടത്തെ തുടർന്ന് കേരള തീരത്ത് ജാഗ്രതാ നിർദ്ദേശം. കൊച്ചി, തൃശൂർ തീരങ്ങളിൽ എണ്ണ വ്യാപിക്കാൻ സാധ്യത മുൻനിർത്തിയാണ് ജാഗ്രതാ നിർദ്ദേശം. സാൽവേജ് നടപടിക്രമങ്ങൾ വൈകുന്നത് രാസവസ്തുക്കളും എണ്ണയും തീരത്തേക്ക് പടരുന്നതിന് കാരണമാകുന്നു. കപ്പലിലെ കണ്ടെയ്നറുകളിൽ 4 വിഭാഗങ്ങളിൽപ്പെട്ട അപകടകരമായ വസ്തുക്കളുണ്ടെന്ന് തിരിച്ചറിഞ്ഞിരുന്നു. സാൽവേജ് നടപടിക്രമങ്ങൾ വൈകുന്നത് രാസവസ്തുക്കളും എണ്ണയും തീരത്തേക്ക് പടരാൻ കാരണമായി. മെയ് ജൂൺ മാസങ്ങളിൽ കടലിന്റെ ഒഴുക്ക് തെക്ക് ഭാഗത്തേക്കായതിനാൽ കണ്ണൂർ തീരത്തേക്ക് എണ്ണയും അവശിഷ്ടങ്ങളും ഒഴുകിയെത്താനുള്ള സാധ്യത കുറവാണ്. ഈ സാഹചര്യത്തിൽ കൊച്ചി, തൃശൂർ തീരങ്ങളിലേക്കാകും മാലിന്യങ്ങൾ ഒഴുകിയെത്തുക. കപ്പൽ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കണ്ണൂർ പയ്യാമ്പലത്തെ കടലിൽ നിന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് പരിശോധനയ്ക്കായി വെള്ളം പലതവണ ശേഖരിച്ചു. 50-ലധികം കണ്ടെയ്നറുകൾ കടലിൽ ഒഴുകി നടക്കുന്നുണ്ട്. ഇതിൽ ഭൂരിഭാഗവും രാസവസ്തുക്കളും കടലിലെ മത്സ്യങ്ങളുടെ ജനിതക ഘടന മാറ്റാൻ പോലും ശേഷിയുള്ള പദാർത്ഥങ്ങളുമാണ്. കേരള മലിനീകരണ നിയന്ത്രണ ബോർഡ് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടെങ്കിലും പരിഹാരം കണ്ടെത്താൻ കഴിയില്ല എന്നത് മറ്റൊരു വസ്തുതയാണ്. MSC എൽസ കപ്പൽ മുങ്ങിയത് സർക്കാർ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച് നടപടികൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും സിംഗപ്പൂർ കപ്പൽ കത്തിയത് തീരത്തിന് ആശങ്കയാണ്. ജനം, തിരുവനന്തപുരം. കേരള തീരത്ത് അപകടത്തിൽപ്പെട്ട അന്താരാഷ്ട്ര ചരക്ക് കപ്പൽ ഉൾക്കടലിലേക്ക് കൊണ്ടുപോകുന്നു. അറബിക്കടലിൽ കത്തിയമർന്ന വാൻഹായ് 503 കപ്പലിനെ കൊച്ചി തീരത്ത് നിന്ന് 35 നോട്ടിക്കൽ മൈൽ അകലെ എത്തിച്ചു. നേരത്തെ ഇത് തീരത്ത് നിന്ന് 27 നോട്ടിക്കൽ മൈൽ വരെ അടുത്തിരുന്നു. കൂടുതൽ രക്ഷാപ്രവർത്തകർ കപ്പലിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങളുമായി ചേർന്നു. ഗോകുൽ, എങ്ങനെയാണ് ഈ പ്രക്രിയ? നൽകുന്ന ഒരു വിവരമാണ് കോസ്റ്റ് ഗാർഡ് ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത്. നേരത്തെ നമ്മൾ ഈ വാൻഹായ് 503 ടഗ് കപ്പലുമായിട്ട് ബന്ധിപ്പിച്ചിരുന്നുവെങ്കിലും അതിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും കൊച്ചി തീരത്തോട് അടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അത് കൊച്ചി തീരത്തിന്റെ ഏകദേശം 27 നോട്ടിക്കൽ മൈൽ അടുത്തുവരെ എത്തിയിരുന്നു. എന്നാൽ പിന്നീട് ഇന്നലെ വൈകിട്ടോടുകൂടി വീണ്ടും നാവികസേന ഹെലികോപ്റ്ററിൽ ഈ വാൻഹായ് 503 ഇറങ്ങി വീണ്ടും ഈ കപ്പലിനെ മറ്റൊരു കപ്പലുമായി ബന്ധിപ്പിക്കുകയും ഉൾക്കടലിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഇപ്പോൾ 35
നോട്ടിക്കൽ മൈൽ ദൂരേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ കോസ്റ്റ് ഗാർഡ് പങ്കുവച്ച വിവരത്തിലുള്ളത്. ഇതിന്റെ വേഗത കുറവാണെങ്കിൽ, അതായത് പ്രതികൂല കാലാവസ്ഥയാണ് കടലിലുള്ളത് എന്ന് കോസ്റ്റ് ഗാർഡ് അറിയിക്കുന്നു. അതിനാൽ തന്നെ വേഗത കുറവാണെങ്കിലും എന്തായാലും ഇപ്പോൾ നിയന്ത്രണത്തിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നൊരു വിവരമാണ് നൽകിയിട്ടുള്ളത്. 1.5 knots വേഗതയിൽ ഇതിനെ ഉൾക്കടലിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പിന്നീട് മംഗലാപുരത്തിന്റെ പരിധിയിലേക്കായിരിക്കും എത്തിക്കുക എന്നൊരു വിവരം കൂടി നൽകുന്നുണ്ട്. എന്തായാലും തീ നിയന്ത്രണത്തിൽ ആക്കാൻ പറ്റിയതും ഈ പ്രവർത്തനത്തെ ഏതായാലും മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സഹായകമാക്കുന്നുണ്ട്. പക്ഷേ ഈ കാലാവസ്ഥ പ്രതികൂലമാണ് എങ്കിലും കപ്പൽ ഇപ്പോൾ നിയന്ത്രണത്തിൽ തന്നെയാണ്. ഇനിയിപ്പോൾ ഈ 12,000 കിലോഗ്രാം രാസപ്പൊടികളൊക്കെ ഇതിന്റെ മുകളിൽ വിതറി പൂർണ്ണമായിട്ടും പുക കൂടി ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. തീയും നിയന്ത്രണത്തിലാണ്, നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ഇനി അതിൽ നിന്നും കറുത്ത പുകയാണ് ഉയരുന്നത്. അതുകൂടെ നിർവീര്യമാക്കാൻ വേണ്ടി ഡ്രൈ പൗഡർ വിതറാനുള്ള ശ്രമമാണ് നടക്കുന്നത്. എന്തായാലും ഇപ്പോൾ തീരത്തേക്ക് അടുക്കുന്നു എന്നൊരു ആശങ്ക കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് മാറി ഈ ടഗ് ബോട്ടുകളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഉൾക്കടലിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം ഇപ്പോൾ നടക്കുന്നു. അങ്ങനെ ഉൾക്കടലിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വാൻഹൈ 503A. വീണ. ഓക്കെ, ശരി. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ വീണ്ടും മാറ്റം. 5 ജില്ലകളിൽ റെഡ് അലർട്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് ഓറഞ്ച് മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് നിലനിൽക്കുന്നത്. അഖിൽ പാലോടുമഠം വിവരങ്ങളുമായി ചേരുന്നു. അഖിൽ, കാലാവസ്ഥ വലിയ തോതിൽ മാറി മറിയുകയാണ്. ഓരോ മണിക്കൂറിലും അലർട്ട് പുതുതായി വരുന്നു. ഏറ്റവും പുതിയ വാർത്തകൾ എന്താണ്? വീണ, സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ വീണ്ടും മാറ്റം വരികയാണ്. മലബാർ മേഖലയിലാണ് കുറച്ച് മുന്നറിയിപ്പിൽ കൂടുതൽ രൂക്ഷത നമുക്ക് പറയാൻ സാധിക്കുന്നത്. അത് ചുവന്ന മുന്നറിയിപ്പ് ഉള്ളത് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അതിതീവ്രമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. 6 ജില്ലകളിൽ തീവ്ര മഴ അല്ലെങ്കിൽ പോലും തീവ്രമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന ഓറഞ്ച് മുന്നറിയിപ്പ് തന്നെയാണ് നിലവിൽ നൽകുന്നത്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് അത്തരത്തിൽ ഓറഞ്ച് അലർട്ട് നൽകുന്നത്. നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ, ഞാൻ നിൽക്കുന്ന ഈ ജില്ലയിൽ നഗരപ്രദേശങ്ങളിലും രാവിലെയൊക്കെ നഗരപ്രദേശങ്ങളിൽ മഴ കുറവായിരുന്നു. പിന്നീട് ഗ്രാമപ്രദേശങ്ങളിൽ മഴയുണ്ടായിരുന്നു. ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലും മഴ ചെറിയ തോതിലെങ്കിലും മാറി നിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലാണെങ്കിൽ താരതമ്യേന മഴ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായി നൽകുന്നത്. ഇതുമാത്രമാണ് മഴയിലുള്ള മുന്നറിയിപ്പ്. മറ്റ് ചില മുന്നറിയിപ്പുകൾ കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അതുപോലെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും സമുദ്ര ഗവേഷണ പഠന കേന്ദ്രവും എല്ലാം തന്നെ നൽകുന്നുണ്ട്. അതിൽ പ്രധാനമായതും ഈ മലയോര തീരപ്രദേശങ്ങളിലൊക്കെ തന്നെ താമസിക്കുന്നവർ രാത്രികാല യാത്രകളടക്കം ഉള്ളവ അത് കുറയ്ക്കണമെന്നൊരു നിർദ്ദേശമാണ് പ്രധാനമായും നൽകുന്നത്. മറ്റൊരു മുന്നറിയിപ്പ് നൽകുന്നത് മത്സ്യബന്ധനത്തിനായി കടലിൽ പോകുന്നവരോട് പൂർണ്ണമായും അത് ഒഴിവാക്കാൻ കഴിയുന്നതാണ് എങ്കിൽ അത് ഒഴിവാക്കണമെന്നൊരു നിർദ്ദേശം തന്നെയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇപ്പോൾ അറിയിക്കുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക്, അതായത് മലയോര മേഖലകളിലുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് പോകുന്നത് അത് പൂർണ്ണമായും ഒഴിവാക്കണമെന്നൊരു നിർദ്ദേശം കൂടി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട്. എന്തായാലും മലബാർ മേഖലയിലാണ് കൂടുതൽ മഴയ്ക്ക് സാധ്യത ഇപ്പോൾ കൽപ്പിക്കപ്പെടുന്നത്. അത് ചുവന്ന മുന്നറിയിപ്പായി, അതായത് സംസ്ഥാനത്ത് അത് മലബാർ മേഖലയിൽ അതിതീവ്രമായ മഴയ്ക്കു സാധ്യതയുണ്ട് എന്ന്, അതായത് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് അങ്ങനെ 5 ജില്ലകളിലാണ് അതിജാഗ്രതയോടുകൂടി നിൽക്കേണ്ട സാഹചര്യമുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായി നൽകുന്നത്. വീണ. ഓക്കെ, ശരി അഖിൽ. കോട്ടയം കടയനിക്കാട് തയ്യിൽ ശാന്തമ്മപിള്ള നിര്യാതയായി. 85 വയസ്സായിരുന്നു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹരിലാലിന്റെ മാതാവാണ്. സാഹിത്യകാരനും സംഘഗണഗീതങ്ങളുടെ രചയിതാവുമായ പരേതനായ VS ഭാസ്കര പണിക്കർ ഭർത്താവാണ്. സംസ്കാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് കടയനിക്കാട് വീട്ടുവളപ്പിൽ നടക്കും. തൃശൂർ ചേലക്കരയിലുണ്ടായ വാഹനാപകടത്തിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ കിള്ളിമംഗലം ഉതുവടി സെന്ററിന് സമീപം കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. രാവിലെ 7 മണിയോടെയാണ് അപകടമുണ്ടായത്. ആറ്റൂർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ ഇടിച്ച കാറ് റോഡരികിലെ കലിങ്കിന്റെ കൈവരിയിൽ ഇടിച്ചു കയറി. കാറിലുണ്ടായിരുന്ന ഗുരുതര പരിക്കേറ്റയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലമ്പൂരിൽ പരിശോധനാ വിവാദം ആളിക്കത്തിക്കാനുള്ള നീക്കം കോൺഗ്രസിനെ തിരിഞ്ഞുകൊത്തുന്നു. പാലക്കാടിന് സമാനമായി പരിശോധന മുതലെടുക്കാൻ ശ്രമിച്ചെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം വിശദീകരണവുമായി എത്തിയതോടെ നേതാക്കളും മലക്കം മറിഞ്ഞു. പരാതി നൽകില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ പരിശോധനയുമായി സഹകരിക്കുമെന്ന് ഇലക്ഷൻ ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ VR വിനോദ് അറിയിച്ചു.
നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പ്രത്യേകിച്ചൊന്നുമില്ലാത്തതിനാൽ വിവാദം സൃഷ്ടിച്ച് വോട്ട് പിടിക്കാനുള്ള ശ്രമം തുടരുകയാണ് കോൺഗ്രസ്. ഇതിന്റെ ഭാഗമായാണ് പെട്ടി പരിശോധനാ വിവാദം. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ സ്വാഭാവിക പരിശോധനയുടെ ഭാഗമായാണ് വാഹനങ്ങൾ പരിശോധിച്ചത്. ഷാഫി പറമ്പിൽ MP സഞ്ചരിച്ച വാഹനമാണ് പരിശോധിച്ചത്. ബോധപൂർവം തങ്ങളെ അപമാനിക്കാനുള്ള നീക്കമാണ് പരിശോധനയിലൂടെ നടന്നതെന്നും ഗൂഢാലോചനയുണ്ടെന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. ഞങ്ങൾ ഈ പരിശോധനയോട് പൂർണ്ണമായിട്ട് സഹകരിച്ച് വണ്ടി അവിടെ നിർത്തി ഇതെടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് ആ പെട്ടി പുറത്തുനിന്ന് കണ്ടിട്ട് ഇനി പൊക്കോട്ടെ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻറ്റൻഷൻ എന്താ? നിങ്ങൾ പറ, പെട്ടിക്കുള്ളിൽ എന്താണെന്നുള്ളത് അവർ പറയണ്ടേ, അവർ നോക്കണ്ടേ? അത് നോക്കാണ്ട് പെട്ടി കണ്ടിട്ട് ഇനി പൊക്കോട്ടെ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻറ്റൻഷൻ എന്താ? പരിശോധനയോടുള്ള ആത്മാർത്ഥതയാണ് ഈ പരിശോധിക്കണം. ഇനി അത്ര ഡ്യൂട്ടി ബൗണ്ട് ആയിട്ടുള്ളതാണെങ്കിൽ രാഷ്ട്രീയോ ഒന്നും നോക്കാതെ മറ്റെല്ലാവരുടെയും പരിശോധിക്കണമായിരുന്നു. അതിന് അവർക്ക് തന്നെ ഒരു എക്സാമ്പിളും കോട്ട് ചെയ്യാനില്ല. ഞങ്ങളുടെ തൊട്ട് മുന്നിൽ വാഹനങ്ങളുണ്ട്, ഞങ്ങളുടെ പിന്നിൽ വാഹനങ്ങളുണ്ട്. അപ്പോൾ ഒരു വാഹനം നിർത്തുന്നു, ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് അതിനോട് സഹകരിച്ചത്. ഞങ്ങൾ വണ്ടി നിർത്തുന്നു, MPയുടെ മുഖത്തേക്ക് ടോർച്ച് അടിക്കുന്നു. ഓക്കെ, ആയിക്കോട്ടെ. എന്നിട്ട് ടോർച്ച് വെച്ചിട്ട് തന്നെ, ഒരു വാക്കുപോലുമില്ല, ടോർച്ച് വെച്ചിട്ട് തന്നെ വളരെ ഇൻസൾട്ടിംഗ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറയുന്നു. ഞങ്ങൾ എല്ലാവരും ഇറങ്ങി. ഞങ്ങളതൊരു തമാശയായിട്ടാണ് എടുത്തത്. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നു, MPയോട് ഡിക്കി തുറക്കാൻ പറയുന്നു, ഡിക്കി തുറക്കുന്നു. പെട്ടിയെടുത്ത് വെളിയിൽ വെക്കാൻ പറയുന്നു, പെട്ടിയെടുത്ത് വെളിയിൽ വെക്കുന്നു. അത് കഴിയുമ്പോൾ തിരിച്ചെടുത്ത് വെക്കാൻ പറയുന്നത് അത് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് പരിശോധിക്കാൻ വേണ്ടിയിട്ടല്ല. നിലപാട് പോലീസിനെ അന്യായമായിട്ട് ഉപയോഗിക്കുന്നു. ഇന്നലെ പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 2 ജനപ്രതിനിധികൾ, ഷാഫി പറമ്പിലും രാഹുൽ മാക്കൂട്ടത്തിലും കേരളത്തിൽ അറിയപ്പെടുന്ന ജനപ്രതിനിധികളാണ്. അവരുടെ വാഹനമാണെന്ന് അറിഞ്ഞുകൊണ്ട് അത് കൈനീട്ടി നിർത്തുകയും അവരെ പരിശോധന സാധാരണഗതിയിൽ എന്താണ് ചെയ്യുന്നത്? ഒരു പ്രധാനപ്പെട്ട ഒരു ജനപ്രതിനിധിയുടെ വാഹനം അങ്ങനെ കയറി ഡോറ് തുറന്ന്, ഡിക്ക് തുറന്ന്, ബാഗ് തുറന്ന് പരിശോധിക്കലുണ്ടോ? അതേസമയം സുതാര്യമായ തിരഞ്ഞെടുപ്പ് നടപടികൾ ഉറപ്പാക്കുന്നതിനു വേണ്ടിയാണ് പരിശോധനകളെന്നും ജനങ്ങൾ സഹകരിക്കണമെന്നും ജില്ലാ കളക്ടർ സൂചിപ്പിച്ചു. സ്റ്റാറ്റിക് സർവൈലൻസ് ടീമുകളുടെ ജീവനക്കാർക്ക് നൽകിയ ചുമതലകളിൽ വാഹനങ്ങളുടെ സമഗ്ര പരിശോധനയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് ചട്ടപ്രകാരവും ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങളും അനുസരിച്ചുള്ള നിർബന്ധിത നടപടികളാണ് ഇവയെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നു. ടീം ജനം, നിലമ്പൂർ. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നേറുമ്പോഴും വന്യമൃഗശല്യത്തിൽ പൊറുതിമുട്ടുകയാണ് മലയോര ജനത. കഴിഞ്ഞ ദിവസം വനവാസ മേഖലയായ പോത്തുകൽ മലാംകുണ്ടിൽ പുലിയിറങ്ങിയതോടെ ഭീതിയിലാണ് പ്രദേശവാസികൾ. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം വോട്ട് തേടിയെത്തുന്ന ജനപ്രതിനിധികളോടുള്ള പ്രതിഷേധവും നാട്ടുകാർക്കുണ്ട്. കാട്ടാനകളും പുലിയും കടുവയും മറ്റ് വന്യമൃഗശല്യവും കാരണം പൊറുതിമുട്ടിയിരിക്കുകയാണ് മലയോര മേഖല. 2 ദിവസം മുൻപും മലാംകുണ്ടിൽ പുലിയെത്തി വളർത്തുനായയെ കടിച്ചു കൊന്നു. ഒരു ഭാഗത്ത് കാട്ടാനയുടെ ശല്യം വേറെയും. ആനയൊക്കെ നല്ല വരുന്നുണ്ടേ. ആനയൊക്കെ വെട്ടാൻ പോകുമ്പോഴൊക്കെ എന്നും ഓടിക്കുന്നുണ്ട് ആനയൊക്കെ എല്ലാവരെയും. അപ്പം അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ താമസിക്കാം. പറയുകയൊക്കെ ചെയ്യലുണ്ട്, അവരൊന്നും ഒരു നടപടി എടുക്കണില്ല. ആനേനെ കാണുമ്പോൾ എന്നും ഓടിക്കുമ്പോൾ അങ്ങനെ പറയലുണ്ട്. അപ്പോൾ എർത്തൊക്കെ ഇട്ടിട്ടുണ്ട്, എന്നാലും എർത്തിനെയൊക്കെ തല്ലി അടിച്ച് കണ്ട് ആന വരികയാണ്. പുലി ഇപ്പോൾ ആദ്യമായിട്ടാണ്. മേളിൽ വെട്ടാൻ പോയവർ കണ്ടു എന്നൊക്കെ പറയണ്ടേ, ഞങ്ങൾ കണ്ടില്ല. ഇപ്പോൾ ഇത് ആദ്യമായിട്ടാണ്. പുലിയെ പിടിക്കാൻ വനം വകുപ്പ് കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ പേടിയില്ലാതെ കഴിയാൻ ശാശ്വത പരിഹാരമാണ് ഇവരുടെ ആവശ്യം. ഓരോ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴും വാഗ്ദാനങ്ങൾ പലതും നൽകും. എന്നാൽ അധികാരത്തിലെത്തിയാൽ തങ്ങളെ തിരിഞ്ഞു നോക്കാറില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. വന്യമൃഗശല്യം കാരണം മലാംകുണ്ട്, മുട്ടിപ്പാലം തുടങ്ങിയ പ്രദേശത്തു നിന്നും 60 കുടുംബങ്ങൾ വീടുപേക്ഷിച്ചു പോയി. എനിക്ക് പുറകിൽ കാണുന്നത് വനം വകുപ്പ് പുലിയെ പിടികൂടാൻ വേണ്ടി സ്ഥാപിച്ച കൂടാണ്. വർഷങ്ങളായി വന്യമൃഗശല്യം ഇവിടെ രൂക്ഷമാണ്. ശാശ്വത പരിഹാരം കാണാത്തതിൽ വലിയ പ്രതിഷേധത്തിലാണ് ജനങ്ങൾ. ക്യാമറാമാൻ കൃഷ്ണകുമാറിനൊപ്പം ശിവദാസ് കന്മനം, ജനം, നിലമ്പൂർ. മറയൂരിന് സമീപം വീണ്ടും പടയപ്പ് എത്തി. ഇന്ന് രാവിലെ പാമ്പൻമല ഭാഗത്ത് കാട്ടാന എത്തിയതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. കഴിഞ്ഞ 3 ദിവസമായി ജനവാസ മേഖലയോട് ചേർന്ന് തമ്പടിച്ചിരിക്കുന്നതായി പ്രദേശവാസികൾ പറയുന്നു. അതേസമയം പീരുമേട് പ്ലക്കത്തടം കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട സീതയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു. പീരുമേട് താലൂക്ക് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുന്നത്. ക്ഷേത്ര ചൈതന്യ രഹസ്യം മലയാളികളെ പഠിപ്പിച്ച സ്വർഗീയ മാധവ്ജിയുടെ ജന്മദിനമാണിത്.
ഹൈന്ദവ സമാജത്തിൽ ഐക്യത്തിന്റെയും മൈത്രിയുടെയും പുതിയ പന്ഥാവുകൾ വെട്ടിത്തെളിച്ച സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ആദ്യകാല പ്രചാരകൻ കൂടിയാണ്. പറവൂർ തന്ത്രവിദ്യാപീഠം സ്ഥാപകൻ എന്ന നിലയിലും സാമൂഹ്യ പരിഷ്കരണത്തിന് വഴിതെളിയിച്ചു. 1982 നടന്ന ചരിത്രപ്രസിദ്ധമായ വിശാല ഹിന്ദു സമ്മേളനത്തിന്റെ മുഖ്യ സംഘാടകനായി. 1984 ക്ഷേത്ര ചൈതന്യ രഹസ്യം പ്രസിദ്ധീകരിച്ചത്. 1987 ഓഗസ്റ്റ് 26 ചേന്ദമംഗലം പാലിയം കൊട്ടാരത്തിൽ വെച്ച് നടത്തിയ ഐതിഹാസികമായ പാലിയം വിളംബരത്തിന്റെ ചാലകശക്തിയായും പ്രവർത്തിച്ചിരുന്നു. കേരളത്തിലെ 12 യുവതാരങ്ങൾ മലേഷ്യയിലേക്ക്. സൂപ്പർ ലീഗ് കേരളയാണ് മലേഷ്യയിൽ നടക്കുന്ന അന്താരാഷ്ട്ര പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാനുള്ള അവസരമൊരുക്കുന്നത്. 12 താരങ്ങളും പരിശീലനത്തിനായി മലേഷ്യയിലേക്ക് തിരിക്കും. സ്പാനിഷ് ലാലീഗ ക്ലബ്ബായ VRACF-ന്റെ അനുബന്ധ സ്ഥാപനമായ VRL അക്കാദമിയിലാണ് തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്ക് 12 ദിവസത്തെ തീവ്ര പരിശീലനം ലഭിക്കുക. ജൂൺ 12 മുതൽ 24 വരെ നീളുന്ന പരിശീലനത്തിൽ നൂതന കോച്ചിംഗ്, സൗഹൃദ മത്സരങ്ങൾ, വിവിധ സംസ്കാരങ്ങളെ അടുത്തറിയാനുള്ള അവസരങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നുണ്ട്. യാത്രയും താമസവും പരിശീലനവും അടക്കം മുഴുവൻ ചെലവുകളും സൂപ്പർ ലീഗ് കേരളയാണ് വഹിക്കുന്നത്. ഗ്രാസ് റൂട്ട് തലത്തിൽ സംഘടിപ്പിച്ച ഫുട്ബോൾ പ്രതിഭകളെ കണ്ടെത്തുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമായാണ് താരങ്ങൾക്ക് സുവർണാവസരം ലഭിച്ചതെന്ന് കേരള ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് നവാസ് മീരാൻ, SLK ഡയറക്ടർ ഫിറോസ് മീരാൻ, SLK ഡയറക്ടറും CEOയുമായ മാത്യു ജോസഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള പ്ലേയേഴ്സ് കൂടുതൽ കോമ്പറ്റേറ്റീവ് കോമ്പറ്റീഷൻസിൽ വരിക, കൂടുതൽ ഗെയിം ടൈം കിട്ടുക, അഗ്രസീവ് ആയിട്ടുള്ള പ്രഷർ സിറ്റുവേഷൻസിൽ കളിക്കാൻ പറ്റുക, അതിലൂടെ അവർ നെക്സ്റ്റ് സ്റ്റേജസിൽ ദാറ്റ് ഈസ് ഹയർ ലീഗ്സിലും വേറെ ഹയർ ലീഗ്സിലാണെങ്കിലും വേറെ ഓപ്പർച്യൂണിറ്റീസിലാണെങ്കിലും അവർക്ക് ആ ഓപ്പണിംഗ് കിട്ടുക, അതായിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ ഒരു ചെറിയൊരു ഒരു കോൺട്രിബ്യൂഷനാണ് ഈ 12 പ്ലേയേഴ്സിനെ. ഇതൊരു തുടക്കമായിട്ട് ഇവരുടെ ഫുട്ബോൾ ജേർണിയിൽ ഒരു ചെറിയൊരു എക്സ്പോഷറോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു പുഷ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എയിമാണ് നമ്മൾ ഇതുകൊണ്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട യുവതാരങ്ങളിൽ പലരും ആദ്യമായിട്ടാണ് വിദേശത്തേക്ക് പരിശീലനം നേടാൻ പോകുന്നത്. സ്പെയിനിൽ നിന്നും അർജന്റീനയിൽ നിന്നുമുള്ള അന്താരാഷ്ട്ര സ്കൗട്ടുകൾ പ്രാദേശിക കോച്ചിംഗ് ടീമുകളുമായി ചേർന്നാണ് പ്രതിഭകളെ കണ്ടെത്തിയത്. സമഗ്രമായ ഫുട്ബോൾ വിദ്യാഭ്യാസത്തിലും നൈപുണ്യ വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്താരാഷ്ട്ര സഹകരണങ്ങളോടും ആഭ്യന്തര യുവജന വികസന പരിപാടികളോടും കൂടി ഈ സംരംഭം വികസിപ്പിക്കാനും സൂപ്പർ ലീഗ് കേരളയ്ക്ക് പദ്ധതിയുണ്ട്. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ജേഴ്സി പ്രകാശനവും നടന്നു. ജനം, കൊച്ചി. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് at 2 PM കാണാം. നമസ്തേ.